അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീമുൽ ഖിറാഅയിലെ രണ്ടാമത്തെ പാഠം അതിൽ ഒന്ന് അൽ വഹദത്തു സാനിയ ഒന്ന്, രണ്ടാം പാഠത്തിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എന്താണ്? ലൗ എന്നാണ് പാഠത്തിൻ്റെ പേരെന്താണ്? ലൗ. എന്താ ലൗ പറഞ്ഞാൽ? പ്രകാശം, വെളിച്ചം, ലൈറ്റ്, ഇതൊക്കെയാണ് ലൗ എന്ന് പറഞ്ഞാൽ. അതാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ലോ ഇവിടെ റെഡ് കളറിൽ കൊടുത്ത അക്ഷരം ഏതാണ്? ലോതാണ്. ആ ലോതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പാഠത്തിൽ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ലോതിൻ്റെ പ്രത്യേക രൂപത്തിലുള്ള എഴുത്ത് രീതികൾ മനസ്സിലാക്കണം. ലോത് തുടക്കത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതും, നടുവിൽ വരുമ്പോൾ എങ്ങനെ എഴുതും, അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതും, ഒറ്റക്കായിരിക്കുമ്പോൾ ലോതിനെ എങ്ങനെ എഴുതും, ഈ രൂപങ്ങളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. എന്താണ് ലോതിൻ്റെ പ്രത്യേകത? ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് സ്വാദായി കാര്യം പഠിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ 14 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാം ഭാഗത്തിൽ അലിഫുണ്ട്, ബാ, താ, സാ, ജീമ്, ഹ, ഖ, ദാല്, ദാല്, റാ, സായ്, സീന്, ഷീന്, സ്വാദ്. ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളെ മക്കൾക്ക് കിട്ടും എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. ഏതെങ്കിലും അക്ഷരങ്ങൾ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ആ അക്ഷരത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു 20 പ്രാവശ്യമോ അല്ലെങ്കിൽ 25 പ്രാവശ്യമോ കുട്ടികളോട് എഴുതാൻ പറയാം. ഉദാഹരണത്തിന് സ്വാദ് എന്ന് പറയുന്ന ഈ സ്വാദ് എന്ന് പറയുന്ന അക്ഷരം കുട്ടിക്ക് അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്വാദ് എഴുതിക്കുക കുട്ടിനെ കൊണ്ട്. സ്വാദ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സ്വാദ് എന്ന് കുട്ടിനെ കൊണ്ട് പറയിപ്പിക്കും കൂടെ ചെയ്യണം. സ്വാദ് അങ്ങനെ 25 വട്ടം അങ്ങോട്ട് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു 50 വട്ടം 20 വട്ടമൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യും? കുട്ടിക്കത് മനസ്സിലാകും. അപ്പോൾ സ്വാദ് 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 പറയും ചെയ്യുക, അതോടുകൂടെ എഴുതും ചെയ്യുക. അങ്ങനെ ഏതെല്ലാം അക്ഷരങ്ങൾ ഇതിൽ പ്രയാസമുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക? കുട്ടിയെ കൊണ്ട് അങ്ങനെ എഴുതിച്ചിട്ട് എന്ത് ചെയ്യുക? കുട്ടിയെ പരിശീലിപ്പിച്ചെടുക്കുക. അതേപോലെ തന്നെയാണ് ഈ സ്വാദ് കഴിഞ്ഞ ഒന്നാം ഭാഗത്തിലാണ് നമ്മൾ പഠിച്ചത്. രണ്ടാം ഭാഗത്തിൽ ലോതാണ് വരുന്നത്. എന്താ സ്വാദും ലോദും തമ്മിലുള്ള വ്യത്യാസം? സ്വാദിൻ്റെ മേലെ പുള്ളി കൊടുത്തു, അപ്പോൾ എന്തായി? ലോദായി. അപ്പോൾ സ്വാദ് പഠിച്ചൊരു കുട്ടിക്ക് ലോദ് ലോദ് പഠിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? സ്വാദിന് മുകളിൽ പുള്ളി കൊടുത്താൽ ലോദ്, എന്നിട്ട് ഇങ്ങനെ എഴുതുക. 20 വട്ടോ 15 വട്ടമൊക്കെ എഴുതിച്ച ലോദ്. സ്വാദിന് മേലെ പുള്ളിട്ടാൽ ലോദ്, സ്വാദിന് മേലെ പുള്ളിട്ടാൽ ലോദ്. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ എഴുതിയാൽ കുട്ടിക്ക് എന്ത് ചെയ്യും? ആ അക്ഷരം പെട്ടെന്ന് മനസ്സിലാകും. പ്രധാനമായിട്ടും പിന്നെ വലിയ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ 3-4 ക്ലാസ്സുകളിലൊക്കെ പ്രയാസം തന്നെയാണ് ഈ സ്വാദും ലോദും തിരിച്ചറിയായിരിക്കുക. അതുപോലെ ലോ തിരിച്ചറിയായിരിക്കുക. അപ്പോൾ ഈ ലോദും സ്വാദും എന്ത് ചെയ്യണം? കുട്ടിക്ക് ഇവിടെ തന്നെ ക്ലിയർ ആവണം, ഈ പാഠത്തിൽ തന്നെ ക്ലിയർ ആവണം. അതിനെന്ത് ചെയ്യുക? എന്താണ് കുട്ടിൻ്റെ പ്രയാസം നമ്മൾ വ്യത്യസ്തമായിട്ട് എഴുതി കാണിച്ചു കൊടുക്കുക. ആദ്യം സ്വാദ് എഴുതുന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കുക. അപ്പോൾ കുട്ടി അതിന് ലോദ് പറയുന്നുണ്ടോ? അപ്പോൾ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കുക. ലോദ് എഴുതി കൊടുക്കുക. അപ്പോഴോ അതിൻ്റെ പേരെന്താ ചോദിക്കുന്ന സമയത്ത് സ്വാദ് പറഞ്ഞാൽ കുട്ടിക്കത് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഓരോന്നും കുട്ടിയെ കൊണ്ട് ഒരുപാട് തവണ ഒരേ സമയത്ത് എഴുതിപ്പിക്കുക. എന്നിട്ട് അതേ രൂപത്തിൽ ഇങ്ങനെ പറയിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ആ അക്ഷരം കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ലൗ എന്താ വായിക്കുക? ലൗ. ഇവിടെ തുടക്കത്തിൽ കൂട്ടി എഴുതുമ്പോൾ ഈ ലോദ് എങ്ങനെ എഴുതിയെന്ന് കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ബാക്കിയുള്ള വാക്കുകൾ വായിക്കുകയാണ്. ലോർബുൻ. എന്താ വായിക്കുക? ലോർബുൻ. കണ്ടോ? റെഡ് കളറിലിട്ടതാണ് ഇത് ലോദ്. അടുത്തത് ലുറൂബുൻ. എന്താ വായിക്കുക? ലുറൂബുൻ. അടുത്തത് ഖാലിറുൻ. ഖാലിറുൻ. ഇവിടെ ലോദ് എവിടെ വന്നത്? നടുവിലാണ് വന്നത്. ഈ 2 വാക്കുകളിലും ലോദ് ഫസ്റ്റാണ് വന്നത്. ഇവിടെ നടുവിലാണ് വന്നിട്ടുള്ളത്. കണ്ടാ? നടുവിൽ എഴുതിയപ്പോൾ എങ്ങനെ എഴുതിയത് കണ്ടില്ലേ? അതേ രൂപത്തിൽ എഴുതണം. ഖാലിറുൻ. ഇനി അടുത്ത് ഖുൽറുൻ. കണ്ടാ? ഖുൽറുൻ. അപ്പോൾ എങ്ങനെയാണ് അവിടെ വന്നത്? ലോദ് നടുവിലാണല്ലോ വന്നിട്ടുള്ളത്. നടുവിൽ എഴുതുന്ന രൂപം മനസ്സിലായല്ലോ. ഇനി അടുത്ത് ലോദ് അവസാനത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ റബ്ലുൻ അവസാനത്തിൽ എഴുതുന്ന രൂപം കണ്ടില്ലേ? അതാ ഈ രൂപത്തിൽ കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് അവസാനത്തേക്ക് എഴുതുക. ഇനി ആർലുൻ. ഇവിടെ ലോദ് ഒറ്റക്കാണ്, എവിടെയും കൂട്ടി എഴുതിയിരുന്നത്, സ്വന്തമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ലോദ് എങ്ങനെ എഴുതിയെന്ന് കണ്ടല്ലോ? ആർലുൻ. ആ രൂപത്തിലാണ് ലോദ് എഴുതുക. ഇനി ഇവിടെ ലോ ലു ലീ ലുൻ നുൽ. ഓക്കെ. പിന്നെ ലോദ് ഇതിൻ്റെ മേലെ കൂടെ എഴുതിയിട്ട് എന്ത് ചെയ്യുക? കുട്ടി പഠിക്കാനുള്ള പെൻസിലായിട്ട് എഴുതിക്കാണ്ട് ആ ലോദ് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണത്. അപ്പോൾ ലോദിൻ്റെ ഒന്നാമത്തെ പാഠം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഓരോ വാക്യങ്ങളും കുട്ടി കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിരിക്കണം. ഒരുപാട് തവണ കുട്ടിക്ക് വായിച്ച് കൊടുക്കരുത്. അപ്പോൾ കുട്ടി അത് കാണാതെ പഠിക്കും. കുട്ടിനെ കൊണ്ട് തന്നെ പിന്നെ ഇതിൽ വന്ന വാക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച വാക്കുകളാണ്, 6 അക്ഷരങ്ങളാണുള്ളത്. ഈ ലോദല്ലാത്ത ബാക്കി എല്ലാ അക്ഷരങ്ങളും ഒന്നാം ഭാഗത്തിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. ഇതിലുള്ളത് ഹ ആണ്, റാ ആണ്, ബ ആണ്. ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞ അക്ഷരങ്ങളാണ്.
അപ്പോൾ കുട്ടിക്ക് അത് കിട്ടിയിരിക്കണം. അപ്പോൾ ആ ലോത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടി തന്നെ എന്ത് ചെയ്തു, ഇത് സിമ്പിളായിട്ട് വായിച്ചോളണം. അപ്പോൾ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ കുട്ടിയെ പരിശീലിപ്പിക്കുക. ഓക്കെ, കുട്ടിക്ക് വായിക്കാൻ മനസ്സിലാകും, ലോത് തിരിഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങളും കുട്ടിക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് തവണ നമ്മൾ വായിച്ചു കൊടുത്താൽ കുട്ടി അത് കാണാതെ പഠിക്കും. പിന്നെ ഒന്ന് കുട്ടിയോട് കേട്ടാൽ മതി, അപ്പോൾ ബാക്കി പാഠത്തിലുള്ള വാക്കുകളൊക്കെ കുട്ടിയാണ് വായിക്കും. ലൊർബുൻ, ലുറൂബുൻ, ഖലിറുൻ ഒക്കെ കുട്ടി എന്ത് ചെയ്യും, കാണാതെ അങ്ങനെ വായിക്കും. ചിലപ്പോൾ വിരലിങ്ങനെ പോകുന്നുണ്ടാവും, പക്ഷേ അവൻ്റെ വായന എന്താവില്ല, അവന് മനസ്സിലായിട്ടാവില്ല അത് വായിക്കണത്, അവന് കേട്ട് പഠിച്ചത് കൊണ്ടായിരിക്കും അവനാ പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം കുട്ടി എന്ത് ചെയ്യേണ്ടത്, പഠിപ്പിക്കേണ്ടത്. ഇനി തെദിരിബാത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നെക്കറ ഒന്നാമത്തത് വായിക്കാനാണുള്ളത്. ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കണം. കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യണം, വായിപ്പിക്കണം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഠിച്ച അക്ഷരങ്ങൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ള അക്ഷരങ്ങൾ കൊടുത്തിട്ടില്ല. 14 അക്ഷരങ്ങൾ നമ്മൾ ഒന്നാം ഭാഗത്ത് പഠിച്ചില്ലേ, അതേ അക്ഷരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ പഠിച്ച ലോദും, ഖലിറുൻ, ലർബുൻ, അർലുൻ, റിബുലുൻ, അലുറു, ലൊബുൻ, ലൊബുൻ. ഇവിടെ എന്തൊക്കെ ശ്രദ്ധിക്കാണ്ട്, ഖലിറുൻ അവിടെ തൻവീന് കണ്ടങ്ങൾ 2 ലൊമ്മിട്ട് കണ്ടാണ് എഴുതി കാണുന്നത് അല്ലേ. എന്നാൽ അവിടെ നോക്കുകയാണെങ്കിൽ ലൊർബ് എന്നുള്ളടുത്ത് കാണിക്കുകയാണെങ്കിൽ തൻവീൻ്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത് ആ ലൊമ്മിൻ്റെ മേലെ കൂടെ കൊടുത്ത് കണ്ടില്ലേ, ലൊർബുൻ ആ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇനിയോ അർലു എന്നുള്ളിടത്ത് നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ. ഇവിടെ റിബുലുൻ അവിടെ നമ്മൾ രണ്ടാമത് പറഞ്ഞതുപോലെ ഒരു ലൊമ്മും പിന്നെ അതിൻ്റെ മുകളിലിട്ടതും. ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യും, തെന്മീൻ ഈ രൂപത്തിലൊക്കെ ചിഹ്നങ്ങൾ വരും, തെന്മീൻ ലൊമ്മിൻ്റെ ചിഹ്നങ്ങൾ ഇങ്ങനെയൊക്കെ വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത് നക്തഷിഫു ലോദ് മിനൽ ഖുർആനിൽ നിന്നും ലോദിനെ കണ്ടെത്താനാണ്. ഈ വാക്യങ്ങൾ കുട്ടി വായിക്കുക എന്നുള്ളതല്ല, പിന്നെന്താ ഇതിലുള്ള ലോദുകളെ കുട്ടി കണ്ടെത്തുക എന്നുള്ള. അതിനവിടെ ചെറിയ അടയാളം ഇട്ടോട്ടെ, ചിലപ്പോൾ ഒരു അടിയിലൊരു വരട്ടോട്ടെ, അല്ലെങ്കിൽ ഇതിനെ റൗണ്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല, ലോദിനെ മാത്രം അങ്ങനെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. റാളിയതം മർളിയ, പിന്നെ വഇനബൻ വഖൽബ, പിന്നെ അർലുഹും അലൽ മലായിക അഖ്ബല ബഅ്ലുഹും. ഇതിലുള്ളതൊക്കെ ലോദിനെ കുട്ടി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഒരിക്കലും ആ പദങ്ങൾ കുട്ടി വായിക്കലല്ല. ഇനി അടുത്തത് നളഉ ദാഇറതൻ അല ലോദ്, ലോദിൻ്റെ മുകളിൽ വട്ടം വരയ്ക്കാനാണ്. അപ്പോൾ കുറേ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിലുള്ള ലോദിൻ്റെ നേരേക്ക് എന്ത് ചെയ്യുക, വട്ടം വരയ്ക്കുക. ഒന്നാമത് എന്താണ്, മരീലുൻ അവിടെ ലോദിന് ഒരു വട്ടം വരച്ച് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ളതിലേക്ക് എന്ത് ചെയ്യുക, ലോദിന് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ലോദിനെ വട്ടിടാൻ പാടുള്ളൂ. അടുത്ത് ബസലുൻ, അപ്പോൾ ഇത് ലോദാണോ, ഇത് ലോദല്ല, ഇത് ഏതാണ് അക്ഷരം, സ്വാദാണ്. കാരണം എന്താ, അതിന് പുള്ളിയില്ല, പുള്ളി ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, ലോദാവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അടുത്ത് വായിക്കും ലിറുസുൻ, ഒന്നാമത്തത് അത് ലോദാണ്, അപ്പോൾ അതിന് വട്ടം കൊടുക്കുക. അടുത്ത ഫലുൻ, അതിലേതാണ് ലോദ്, നടുവിലത്തെ അക്ഷരമാണ് ലോദ്, അതിനും വട്ടം വരയ്ക്കുക. അപ്പോൾ സ്വാദിന് പോയിട്ട് വട്ടം വരയ്ക്കരുത്. ഇത് സ്വാദാണെന്ന് മനസ്സിലായത് എങ്ങനെ, അതിന് പുള്ളിയില്ല, അപ്പോൾ അത് സ്വാദാണ്. പുള്ളി കൊടുത്താൽ അത് എന്തായിട്ട് മാറും, ലോദായിട്ട് മാറും. ഓക്കെ, ഇനി അടുത്തത് നുറക്കിബ്. ഇവിടെ ഒറ്റക്ഷരമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കൂട്ടി എഴുതണം നമ്മൾ. വേണ്ട ലോ രി ബത്ത്, അത് നമ്മൾ കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ലോ രി ബത്ത്. കണ്ട ലോ രി ബത്ത്. അടുത്ത് തഹ്ലുറു, ത ഹ് ലു റു എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓരോ അക്ഷരങ്ങളും വേർപിരിച്ച് എഴുതിയിട്ട് അത് നമ്മൾ കൂട്ടി എഴുതണം. ഇങ്ങനെ തഹ്ലുറു, ഈ രൂപത്തിൽ എന്ത് ചെയ്യണം, കൂട്ടി എഴുതണം. തഹ്ലുറു കണ്ട ഈ രൂപത്തിൽ എന്ത് ചെയ്യണം, കൂട്ടി എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് നെക്തുബ്. ഇവിടെ 4 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലുറൂബുൻ, ഹാലിറുൻ, തൻലിബു, അർലുൻ. കണ്ടല്ലേ, ഈ 4 രൂപത്തിൽ 4 വാക്കുകൾ. ആ 4 വാക്കുകൾ അടിയിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. ലുറൂബുൻ, ഹാലിറുൻ, തൻലിബു, അർലുൻ. ആ രൂപത്തിൽ എന്ത് ചെയ്യുക, 4 വാക്യങ്ങളും അടിയിലേക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. ഇനി അടുത്ത് നെഖ്റഉ മിനൽ ഖുർആനി. ഇത് ഖുർആനിൽ നിന്ന് വായിക്കാനുള്ളതാണ്. നേരത്തെ പറഞ്ഞത് ഖുർആനിൽ നിന്ന് കണ്ടെത്താനുള്ളതാണ്, ലോദിനെ കണ്ടെത്താൻ അവിടെ പറഞ്ഞത്. ഇവിടെ എന്താ കാട്ടണ്ടേ, ഇത് വായിക്കാനേ. കാരണം ചെറിയ പദങ്ങളാണ്, നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ തന്നെയാണ്. ഹുൽറൻ, ഹുൽറൻ നമ്മൾ പഠിച്ചതാണ്. ഖാ ലോദ് റാഉ നമ്മൾ പഠിച്ചതാണ്. അടുത്ത എന്താ, അഹ്ലറത്ത്, അഹ്ലറത്ത് അതോ അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ച, അപ്പോൾ കുട്ടിക്ക് വായിക്കാൻ കിട്ടും. അടുത്ത ലൂരിബത്ത്, ഹാലിരി. ഉണ്ടാ ഹാലിരി. ഈ 4 വാക്യങ്ങളും കുട്ടി എന്ത് ചെയ്യണം, സ്വന്തമായിട്ടാവും വായിക്കണം. ഒരിക്കലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കരുത്. കുട്ടീനോട് ഓരോ അക്ഷരങ്ങൾ വെച്ച് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, കുട്ടീനെ കൊണ്ട് വായിപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് വായിക്കാനൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. പെട്ടെന്ന് കുട്ടിക്ക് വായിക്കാൻ ഓരോ അക്ഷരങ്ങളും ക്യാച്ച് ചെയ്യാനും കഴിയും. നേരെ മറിച്ച് നമ്മൾ വായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി അത് കാണാതെ പഠിച്ചുകൊണ്ട് നമ്മളാണ്ട് വായിച്ച് കൊടുക്കണേലേറെ ഉഷാറായിട്ട് ഇങ്ങോട്ട് വായിച്ചു തരും. പക്ഷേ കുട്ടിക്ക് അക്ഷരങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടെ 2ാമത്തെ പാഠം കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.